ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ ദ പവർ ഓഫ് പോയട്രി ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ്. ഇതൊരു ആർട്ടിക്കിളാണ് ബൈ കവിത മുരളീധരൻ. ഇതിനകത്ത് നമ്മൾ രണ്ട് പേരുടെ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ജസിന്ത കർക്കട്ട ആൻഡ് നിഖത് സാഹിബ. കവിത മുരളീധരൻ ഈസ് എ ചെന്നൈ-ബേസ്ഡ് ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റ് ആൻഡ് ട്രാൻസ്ലേറ്ററാണ്. ഇനി ബാക്കി നമ്മുടെ ആർട്ടിക്കിളിനകത്ത് പറയുന്ന രണ്ട് പേരുടെ പേരെ നോക്കാം. ജസിന്ത കർക്കട്ട ഈസ് എ പോയറ്റ്, റൈറ്റർ ആൻഡ് ഫിയർലാൻഡ് ജേർണലിസ്റ്റ് ബിലോങ്ങിങ് ടു ആൻ ഓറൻ ആദിവാസി കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് സിംഗ്ബം ഡിസ്ട്രിക്റ്റ്. ഷീ റൈറ്റ്സ് ഇൻ ഹിന്ദി. നിഖത് സാഹിബ ഒരു കാശ്മീരി പോയറ്റാണ്. ഈസ് എ personification of women seeking their voice in a male dominated society. നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ നിഖത് സാഹിബയുടെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവൾ ഒരു ലിറ്റററി ഫെസ്റ്റിവലും ചെന്നൈയിൽ സെഷനിലേക്ക് പോവുമായിരുന്നു. അവിടെ ഒരു ഹ്യൂജ് ബിൽ ബോർഡ് അവളുടെ കണ്ണിലേക്ക് പെട്ടു. ബോർഡ് അവളെ അവളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്ത് ഒരു ബുക്കിൻ്റെ പേര് എഴുതാൻ ആവശ്യപ്പെട്ടു. പോയറ്റ് അവിടെ ഒരു എഴുതിയ ബുക്കിൻ്റെ പേര് സെക്കൻഡ് സെക്സ് ബൈ സൈമൺ ഡി ബ്യൂവർ എന്ന ബോൾഡ് റെഡ് കളറിലാണ് എഴുതിയത്. ആസ് സമ്മൺ ഹൂ ഗ്രോ അപ്പ് വില്ലേജ് ഇൻ കാശ്മീർ, അവൾ കാശ്മീരിലാണ് അവൾ ജനിച്ചതും വളർന്നതും. കുറേ മെൻ അവളുടെ മൂമെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കിയിരുന്നു. ഡ്യൂ ടു ബ്രദർലി കൺസേൺ, കാരണം ഒരു ആങ്ങള എന്ന രീതിയിൽ അവളുടെ മൂമെൻറ്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അവർ നോക്കി. ആ മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര വാട്ടർ ഷെഡ് മൊമെൻ്റ് ആയിരുന്നു. അവളുടെ ഒരു ഫ്രണ്ടാണ് അവളോട് പറഞ്ഞത് ദ സെക്കൻഡ് സെക്സ് ബൈ സൈമൺ ഡി ബ്യൂവറിൻ്റെ ആ ബുക്ക് ഒന്ന് വായിക്കാൻ പറഞ്ഞത്. അത് ട്രൂലി ചേഞ്ച് ഹെർ ലൈഫ്. നിഖത് പറയുന്നത് ഇതാണ്. നിഖത് പിന്നെ അവളുടെ പോംസൊക്കെ എഴുതാൻ തുടങ്ങിയത് ടീനേജർ ടൈമിലായിരുന്നു. ബാക്കിയുള്ള ടീനേജേഴ്സിനെ പോലെ തന്നെ ആ ഒരു ടീനേജ് കാലഘട്ടത്തിൽ അവൾ പോംസൊക്കെ എഴുതാൻ തുടങ്ങി. അവളുടെ ഫാമിലിയിൽ അവൾ എഴുതിയ പോംസൊക്കെ കാണിക്കാൻ അവൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം അവളുടെ പോയട്രി ചിലപ്പോൾ അവർ ഒബ്ജക്റ്റൊന്നും പറയത്തില്ലായിരിക്കും, പക്ഷെ അവൾ ട്രെയിൻ ടു തിങ്ക് ദാറ്റ് അത് ചിലപ്പം അവരെ അപ്സെറ്റ് ആക്കും എന്നുള്ള രീതിയിലായതുകൊണ്ട്. കാരണം അവൾ കൂടുതലും പേഴ്സണൽ റിലേഷൻഷിപ്പിനെ പറ്റിയും ലവിനെ പറ്റി സെപ്പറേഷനെ പറ്റിയൊക്കെ എഴുതിയതുകൊണ്ടാവാം. അവളുടെ എൽഡർ ബ്രദറിനെ പോം കാണിക്കാൻ അവൾ തീരുമാനിച്ചു. എൽഡർ ബ്രദർ അത് പ്രൊഫസറിനെയും ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു. അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവൾ സം പ്രോമിസ് ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു. ചെന്നൈയിൽ ഹിന്ദു ലിറ്റ് ഫോർ ലൈഫ് ഫെസ്റ്റിവലാണ് ഇവർ രണ്ടുപേരും പങ്കെടുത്തത്. നിഖത് സാഹിബയും ജസിന്ത കർക്കട്ടയും. അവർ കോ പാനലിസ്റ്റായിരുന്നു. ജസിന്ത കർക്കട്ട എന്ന് പറയുന്നത് ആദിവാസി പോയറ്റാണ്. ഫ്രം വെസ്റ്റ് സിംഗ്ബം ഡിസ്ട്രിക്റ്റ് ഇൻ ജാർഖണ്ഡ്. അവർ തമ്മിൽ ഭയങ്കര കോൺവെർസേഷനൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കമ്മ്യൂണിറ്റിയിൽ സ്റ്റേറ്റ്സിൽ നടക്കുന്ന സ്റ്റേറ്റ് വയലൻസിനെ പറ്റിയിട്ടൊക്കെ അവർ പറഞ്ഞു. അതേപോലെ പവർ ഓഫ് വേർഡ്സിനെയും റോൾ ഓഫ് പോയട്രിയെ പറ്റി അവർ ഡിസ്കസ് ചെയ്തു. ജസിന്ത എന്ന് പറയുന്നത് കുരുക്കർ കമ്മ്യൂണിറ്റി, ഓൾസോ കോൾഡ് ഓരൻ. അവർ കുരുക് ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. അവളുടെ മദർ ടങ് അതാണ്. ഓരൻ എന്ന് പറയുന്ന ആ ഒരു നെയിം കൊടുത്തത് ഹിന്ദു മെയിൻ സ്ട്രീം സൊസൈറ്റി അവരെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി കൊടുത്ത പേരാണ്. അവളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവൾ കുരുക്കർ കമ്മ്യൂണിറ്റി പെടുന്നവളാണ് എന്നാണ് അവൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവളുടെ പോയട്രി ഹിന്ദിയിൽ എഴുതാനാണ് ആഗ്രഹിച്ചിരുന്നത്. കാരണം അതിന് പിന്നാലെ കുറേ റീസൺസ് ഉണ്ട്. പീപ്പിൾ ഒരിക്കലും എന്തുകൊണ്ട് അവളുടെ മദർ ടങ് ഡിസപ്പയർ ആകുന്നതും എന്തുകൊണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഹിന്ദിയിലാണ് എഴുതുന്നത് പറയുമ്പോൾ അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാൻ. ഞാൻ ഹിന്ദി എഴുതാനുള്ള കാരണം എനിക്ക് ഈ പെർപെറ്ററേറ്റേഴ്സ്, അതായത് കുറ്റവാളികളുണ്ടല്ലോ, അവർ ഓഫ് ഇൻജസ്റ്റിസ് ആൻഡ് വയലൻസ് ഓൺ മൈ കമ്മ്യൂണിറ്റി ഇൻ ദെയർ ഓൺ ലാംഗ്വേജ്.
കുറേ ആൾക്കാർ അവരുടെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് കുറേ വയലൻസും ഇൻജസ്റ്റിസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ലാംഗ്വേജിൽ എഴുതാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അവരുടെ ലാംഗ്വേജിൽ എഴുതുമ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് അവരെപ്പറ്റി ചിന്തിക്കുന്നതെന്ന്. അപ്പം അത് മാത്രമല്ല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആകുമല്ലോ. ജസിന്തയുടെ പോംസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൂച്ചലി ഹോണസ്റ്റൊക്കെയാണ്. അതായത് അവളുടെ ആദിവാസി കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസൊക്കെയാണ് അവൾ കൂടുതൽ എഴുതുന്നത്. അതേപോലെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന പേരിൽ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് ഇവർ അനുഭവിക്കുന്നത്. അവളുടെ ഒരു പോയട്രി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വളർത്തുനായ മർഡർ ചെയ്തു, ഒരു സോൾ റീസൺ കാരണം. അത് ഒരു ഡേഞ്ചർ കണ്ടതിന് കുരച്ചത് കാരണമാണ് അതിനെ കൊന്നു കളഞ്ഞത്. അതിന് പേ ഉണ്ട് എന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ബിഫോർ അതിനെ കൊന്നു കളയുന്നതിന് മുമ്പ് എ നാക്സൽ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഞാൻ എൻ്റെ മദർ ടങ്ങിൽ എഴുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ലാംഗ്വേജിൽ വിമനെ അബ്യൂസ് ചെയ്യുന്ന ഒരു വേർഡ് പോലും ഇല്ല. പക്ഷേ ഹിന്ദിയിൽ വേർഡ് ലൈക്ക് റാൻഡി എന്ന് പറയുന്നത് കുറച്ച് എമ്പതി ആയിട്ടാണ് എൻ്റെ ലാംഗ്വേജിൽ അത് എമ്പതി ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിഡോ ഇറ്റ് മീൻസ് വിഡോ എന്ന് തന്നെയാണ് ഐ നീഡ് ടു റൈറ്റ് ഇൻ ഹിന്ദി. നിഖത് പിന്നെ എമ്പത്തൈസസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ട്വിസ്റ്റ്. അവളുടെ പോംസൊക്കെ കാശ്മീരിയിലും ഉറുദുവിലൊക്കെ എഴുതാനാണ് അവൾക്ക് താല്പര്യം. കാരണം അവളുടെ ഹൃദയത്തോട് ചേർന്ന് നടക്കുന്ന ലാംഗ്വേജാണത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇസ് എ മോർ ദാൻ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതിനൊരു കൾച്ചറും ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. ഞാൻ കാശ്മീരി ഉറുദുവിലൊക്കെ എഴുതുമ്പം അവിടെ ഒരു എംപാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ജസിന്ത പറയുവാണ് കാശ്മീരിയിൽ റേപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഇല്ല, അത് ഭയങ്കര റിച്ച് കൾച്ചറൊക്കെയാണ് ഞങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴും സഫർ ചെയ്യുവാണ് ഇപ്പോഴും. ജസിന്തയാണ് ആദ്യം ഈ കോൺഫ്ലിക്റ്റിലേക്ക് വന്നത് തന്നെ വിത്ത് പവർ. ആൻഡ് അവളുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് പെർസിക്യൂട്ട് ചെയ്തത്, അതായത് അവർ ഒരു തെറ്റ് പോലും ചെയ്യാഞ്ഞിട്ട് പോലും. അതുകൊണ്ടാണ് അവൾ ഇതിനെക്കുറിച്ചൊക്കെ എഴുതണമെന്ന് അവൾ തീരുമാനിച്ചത്. അവളുടെ അങ്കിള് ഡൊമിനൻ്റ് കാസ്റ്റ് മെമ്പേഴ്സ് കാരണം കൊല്ലപ്പെട്ട ഒരാളാണ്. അവരാണ് ആ അങ്കിളിനെ കൊന്നത്. അവൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സംഭവമാണിത്. മെയിൻ സ്ട്രീം മീഡിയ ഇതിനെ റിപ്പോർട്ട് ചെയ്തത് ഒരു ഹ്യൂമൻ സാക്രിഫൈസ് ആയിട്ടാണ്, മെയ്ഡ് ബൈ ദെയർ കമ്മ്യൂണിറ്റി. ഒരു മനുഷ്യ ബലിയാണ് എന്ന് വരുത്തി തീർത്തിയാണ് മീഡിയ ഇതിനെ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് അന്നാണ് അവൾ തീരുമാനിക്കുന്നത് താൻ ഒരു ജേർണലിസ്റ്റ് ആവണം, ഐ ഷുഡ് ബി എ ജേർണലിസ്റ്റ് എന്ന് അവൾ അന്നാണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നീടാണ് അവൾ റിയലൈസ് ചെയ്യുന്നത് ഞാൻ ജേർണലിസ്റ്റായിട്ട് പോലും അത്ര കാര്യങ്ങളൊന്നും അതിന് മാത്രം വേണ്ടത്ര ചെയ്യുന്നില്ല. പക്ഷേ പോയിട്രി അവൾക്കൊരു വോയിസ് തന്നെ തന്നു, ദാറ്റ് ഈസ് ഹേർഡ്. ഞാൻ പല കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, കുറേ അവാർഡ്സ് പിക്ക് ചെയ്തിട്ടുണ്ട്, ഫൈറ്റിംഗ് ഫോർ മൈ കമ്മ്യൂണിറ്റി. ഇപ്പോഴും അവളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കണ്ടിന്യൂ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയിട്രിയാണ് അവളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തത്. നിഖത് ഇതിൽ കൂടുതൽ എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. അവൾക്കൊരു ഡീപ്പ് ഡിസയർ ഉണ്ടായിരുന്നു, അവൾക്കൊരു പോയിറ്റ് ആകണമെന്ന്. അവൾ കാശ്മീരിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ. എന്നിട്ടും അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അവളൊരു ഹൈലി മിലിറ്ററൈസ്ഡ് അറ്റ്മോസ്ഫിയറിലാണ് വളർന്നതൊക്കെ. കാശ്മീരിൽ എങ്ങനെയെന്ന് വെച്ചാൽ 17 സിവിലിയൻസിന് ഒരു മിലിറ്ററി പേഴ്സൺ വെച്ചുണ്ടായിരുന്നു. വിമൺ ആണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. അതായത് സ്കൂൾസിലും കോളേജിലൊക്കെ ഞങ്ങളെ വിടാനായിട്ട് പേരൻസ് മടിച്ചിരുന്നു. അതേപോലെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ആരും തന്നെ വില്ലിങ് അല്ലായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോഴാണ് അവൾ പോംസൊക്കെ എഴുതാൻ തുടങ്ങിയത്. നിഖത്തിൻ്റെ പോയട്രി എന്ന് പറയുമ്പം വയലൻസും റെസിസ്റ്റൻസും ഇതൊക്കെ ഇമേജസ് ഉണ്ട്. അവളൊരു പോം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസിന്തയുടെ മദറാണ് അവളെ നിർബന്ധിച്ചത്, അവൾക്കൊരു എഡ്യൂക്കേഷൻ വേണം. അവളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എഡ്യൂക്കേഷൻ അവരെ രക്ഷപ്പെടുത്തും എന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോഴാണ് ഓൾസോ ഹിന്ദി അവരെ പല പ്ലേസിലേക്ക് എത്തിക്കുമെന്ന് അറിഞ്ഞപ്പം അവർ പ്രോത്സാഹിപ്പിച്ചു. അത് കാരണം അവർ മദർ ടങ്ക് വീട്ടിൽ അങ്ങനെ സംസാരിക്കാൻ നിർത്തിയിട്ട് ഹിന്ദി വീട്ടിൽ തന്നെ സംസാരിക്കാൻ എൻകറേജ് ചെയ്തു. അവൾ ഒരു ലോക്കൽ കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷനാണ് ചെയ്തത്. അതേപോലെ
പോയട്രിയൊക്കെ എഴുതാൻ തുടങ്ങി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. അവൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഫാമിലിയിൽ നിന്നുമൊക്കെ അവൾ വേർപെട്ട് നിന്നു. അത് അവളെ തന്നെ സംസാരിക്കാൻ പഠിപ്പിക്കുകയും അതേപോലെ പോയട്രിയൊക്കെ എഴുതാനായിട്ട് പറ്റുകയും ചെയ്തു. അവൾക്കറിയാമായിരുന്നു പോയട്രി അവളെ ലൈഫിനെ ഫോർവേഡ് ചെയ്യിപ്പിക്കത്തേ ഉള്ളെന്ന്. ജസിന്തയും നിഗത്തും ടോർച്ച് ബെയറേഴ്സ് ഇൻ ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ദേ ലീവ് ഇൻ. അവരൊക്കെ പന്തം ചുമക്കുന്നവരാണ് അവരുടെയൊക്കെ ആ എൻവയോൺമെൻറ്റിൽ. അവളുടെ കമ്മ്യൂണിറ്റി അവൾ വളരുന്നതും അവളുടെ പോയട്രി പല പ്ലേസിലേക്ക് എത്തിക്കുന്നതുമൊക്കെ കണ്ടു. ഇപ്പം അവളാണ് അവരുടെ വോയിസ് എന്ന് പറയുന്നത്. നിഖത്ത് എന്ന് പറയുന്നത് ഒരു കാശ്മീരി ലിറ്റററി ലാൻഡ്സ്കേപ്പിലുള്ള ഫ്യൂ വിമൻ വോയിസസിൽ ഒരാളാണ്. അവർക്കും ഉണ്ട് കുറേ പവർഫുൾ വിമൻ ലൈക്ക് ലാല ഡട്ട് ആൻഡ് ഹാബ കാർട്ടൂൺ എന്ന് പറയുന്ന പവർഫുൾ പോയട്രിയൊക്കെ എഴുതുന്ന വിമൻ ഉണ്ടെങ്കിലും ദെൻ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഫോർസേക്കൺ ആണ്. 200 വർഷമായിട്ട് ഒരു വിമൻ റൈറ്റിംഗ് പോയട്രി പോലും അവിടെ ഇല്ല. പക്ഷേ അവൾക്കത് ഇമ്പോസിബിളാണ്, അതായത് വിമൻ വോയിസ് ഇല്ല എന്ന് അറിയുമ്പോൾ തന്നെ. സോ both Jacinta and Nigat believe in poets' obligation to be a witness to the times they live in. To ജസിന്തയ്ക്ക് ആവട്ടെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബീയിങ് എ വിറ്റ്നസ് ബട്ട് ബീയിങ് പാർട്ട് ഓഫ് ദി ചേഞ്ച് ആണ്. അവൾ ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അതേപോലെ വി ടേക്ക് അവർ വേഴ്സസ് ഫ്രം കോമൺ പീപ്പിൾ, യെറ്റ് ഹൗ മെനി റൈറ്റേഴ്സ് സ്റ്റാൻഡ് വിത്ത് കോമൺ പീപ്പിൾ വെൻ ഇറ്റ് കംസ് ടു ഇഷ്യൂസ്. അതേപോലെ എത്ര റൈറ്റേഴ്സ് ഉണ്ടാവും കോമൺ പീപ്പിൾക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ അവരുടെ കൂടെ ഉണ്ടാകുന്നത്? എത്ര റൈറ്റേഴ്സ് കാണും അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് അവരുടെ സ്ട്രഗിളിൻ്റെ പാർട്ടാവാൻ എത്ര പേര് കാണും? എനിക്ക് പീപ്പിൾസ് പോയിറ്റ് എന്നുള്ള രീതിയിൽ വേണം അറിയപ്പെടാൻ. ഇത് ജസിന്ത പറയുന്നതാണ്. ദാറ്റ് ഈസ് വെയർ ഐ കം ഫ്രം, ദാറ്റ് ഈസ് വെയർ ഐ ബിലോങ് ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.